പ്രിയരെ, ദൈവം അനുഗ്രഹിക്കട്ടെ. മന്ന ദ ഡെയിലി ബ്രെഡിലേക്ക് ഹൃദയത്തിൻ്റെ സ്വാഗതം. ബൈബിളിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമാണ് ജോസഫ്. സ്വപ്നങ്ങളുടെ പിന്നാലെ അലഞ്ഞു തിരിഞ്ഞ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ ഏറ്റവും ലാവണ്യമുള്ളതാക്കി തീർക്കുന്നത് ഏതെന്ന് ചോദിച്ചാൽ അയാളുടെ മനസ്സിലയാൾക്ക് കാണുവാൻ കഴിയുന്ന സ്വപ്നങ്ങൾ തന്നെയാണ്. സ്വപ്നങ്ങളുടെ പിന്നാലെ ഒരിക്കലും അടുത്തു പോകാതെ ഓടുവാൻ പറ്റുന്ന മനുഷ്യൻ കഷ്ടതകളുടെ കടലുകളെ നീന്തി കടന്നിരിക്കും. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരുമ്പോൾ കടന്നുപോയ അല്ലെങ്കിൽ കുടിച്ചു തീർത്ത കണ്ണുനീരിന് അവൻ കൃത്യമായിട്ടുള്ളൊരർത്ഥം കണ്ടെത്തുകയും ചെയ്യും. ഒരുപക്ഷെ ജീവിതത്തിൽ തോറ്റുപോയത്, കണ്ണുനീരിലേക്ക് പിന്തള്ളപ്പെട്ടതൊക്കെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സ്വയത്തമാക്കുവാൻ വേണ്ടിയിട്ടാണെന്നുള്ള ബോധ്യം ഒരു മനുഷ്യൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ സ്വപ്നങ്ങൾ കാണുവാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വപ്നങ്ങളുടെ പിന്നാലെ നടക്കുവാൻ ഏതു മനുഷ്യൻ തുനിയുന്നോ അവന് വേണ്ടിയിട്ടുള്ളതാണ് ജീവിതം. ഒടുവിൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഉന്നതികളിലേക്ക് എത്തിച്ചേർന്ന ജോസഫ് തനിക്കുണ്ടാകുന്ന കുഞ്ഞിനൊരു പേരിടുന്നുണ്ട്, മനാസെ. നീ എല്ലാം മറക്കണം. ഒരു മനുഷ്യൻ അവൻ്റെ സ്വപ്നങ്ങളുടെ പിന്നാലെ നിരന്തരമായി നടന്നു പോവുകയും അത് നേടിയെടുക്കുകയും ചെയ്യുന്നതിനിടയിൽ അവൻ്റെ ജീവിതത്തിന് കണ്ണുനീര് കുടിക്കേണ്ടതായിട്ട് വന്നാൽ ആ കണ്ണുനീരിനെ അവൻ ജീവിതത്തിൽ മറന്നേ പറ്റുകയുള്ളൂ. ആ മറവിക്ക് അവൻ കൊടുക്കുന്ന പേരാണ് മനാസെ. അവൻ്റെ കുഞ്ഞിനിട്ട പേരാ. അതുകൊണ്ട് സ്വപ്നങ്ങൾ ജീവിതത്തിൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഏത് മനുഷ്യനാണോ പറ്റുന്നത് അവനാണ് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവൻ. ജീവിക്കാൻ ഒരാൾക്ക് പ്രേരണ നൽകുന്നതും ഈ സ്വപ്നങ്ങൾ തേടിയുള്ള ഈ അലച്ചിലാണ്. കഴിയട്ടെ നിങ്ങൾക്ക്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.